ഷഫിലാൻഡി ഫുൾ ഗ്യാങ് ഒളിച്ചു നോക്കും, ഒളിച്ചൊക്കെ നോക്കുന്ന. അപ്പച്ചി എവിടെ? തനി കോഫി. അങ്ങനെ നമ്മുടെ ദിയാകൃഷ്ണയുടെ പെണ്ണ് കാണൽ ചടങ്ങ് ഭയങ്കര വിവാദമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദിയാകൃഷ്ണ ഞാൻ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മുടെ കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളിൽ ഒരാൾ. കേരളത്തിലെ ഔദ്യോഗിക വ്ളോഗിംഗ് ഫാമിലി ആണല്ലോ കൃഷ്ണകുമാറിന്റെ. അവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ യൂട്യൂബ് ചാനൽ ഉണ്ട്. എവിടെ പോയാലും വ്ളോഗ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഏറി പോകാനുള്ള ഭാഗ്യം അവർക്ക് ഇടയ്ക്കിടെ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അത്യാവശ്യം ഫാൻസും ഹേറ്റേഴ്സും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ ജീവിച്ചു പോവാണ്. അങ്ങനെ ഇരിക്കുകയാണ് ദിയയുടെ പെണ്ണ് കാണല് വരുന്നത്. അങ്ങനെ അവരെന്താക്കി പെണ്ണ് കാണലിന്റെ അറ്റവും മൂലവും ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടപ്പോൾ ആൾക്കാർ അതിലൊരു 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് പെണ്ണ് കാണൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് വേണമല്ലോ. അപ്പൊ ആരാണ് ഈ ബോയ് ഫ്രണ്ട്? എങ്ങനെയാണ് ഇത് പെണ്ണ് കാണൽ വരെ എത്തിയത്? അതിനിടയിൽ നടന്ന ചില വിവാദങ്ങൾ, ഇതെല്ലാം ഒന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് തിരിച്ചു വരാം. അശ്വിൻ എന്നാണ് ദിയയുടെ പുതിയ ബോയ് ഫ്രണ്ടിന്റെ പേര്. അറിയാലേ, ഇവര് തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയപ്പോൾ ഏറി കയറിയതാണ് ദിയ. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഏറി തന്നെയാണ്. ദിയക്ക് ഇതിപ്പോ എത്രാമത്തെ ബോയ് ഫ്രണ്ട് ആണ്? ഇവളിനിപ്പോ ഇവനെയും ചതിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദിയയും അശ്വിനും തമ്മിൽ ഒരു ട്രിപ്പ് പോകുന്നത്. കല്യാണത്തിന് മുമ്പേ കാമുകന്റെ കൂടെ ട്രിപ്പ് പോകുന്നു, ഇന്റിമേറ്റ് വീഡിയോസ് ഷെയർ ചെയ്യുന്നു, എന്തിനേറെ പറയുന്നു, റിങ് വരെ കൈമാറി. ഇതെല്ലാം കൂടി കണ്ട കുറച്ച് ആൾക്കാർ എന്താക്കി കമന്റ് ബോക്സിൽ വന്ന് ദിയയുടെ ആ മാതാവിനെയും പിതാവിനെയും സ്മരിക്കാൻ തുടങ്ങി. എന്താ ഇപ്പൊ അവരോടൊക്കെ പറയാം? എന്തായാലും ഇങ്ങനെയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്ത ആൾക്കാർക്ക് ദിയ തന്നെ പെണ്ണ് കാണൽ വ്ളോഗിൽ മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് തിരിച്ചു വരാം. എന്തായാലും എവിടെ നോക്കിയാലും വിവാദങ്ങൾ. ഇവരൊക്കെ എങ്ങനെ തുടങ്ങിയ പണി മൊത്തം ഞമ്മക്കാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്തായാലും ദിയക്ക് പറയണം, നമുക്ക് കണ്ടു നോക്കാം. എന്നിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ ശരിയോ തെറ്റോ നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നമുക്കെന്നല്ല ആർക്കും ജീവിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അവരുടേതായ ഓരോ ശരിയും തെറ്റുമുണ്ട്. അത് വെച്ച് ഞാനും ജീവിക്കും, നിങ്ങളും അങ്ങനെ തന്നെ ജീവിച്ചാൽ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ട്. വേറെ ചിലർ പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഹണിമൂൺ കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മലയാളം സിനിമ ആയിക്കോട്ടെ, ഒരു മലയാളം സിനിമ എടുത്താൽ അതിനകത്ത് പോലും ലിവിങ് ടുഗദർ കോൺസെപ്റ്റ് കാണിക്കുന്നു. അഫ്കോഴ്സ് ഞാനും അച്ഛൻ ലിവിങ് ടുഗദറില്ല, ഞാൻ എൻ്റെ വീട്ടിലും അശ്വിൻ്റെ വീട്ടിലാണ്. ബട്ട് ലിവിങ് ടുഗദർ കോൺസെപ്റ്റിൽ പോലും ഏതൊരു നടൻ അഭിനയിച്ചാലും അത് കൈയടിച്ച് പാസ്സാക്കുന്ന മലയാളികളാണ് ഈ വന്ന് കമന്റ് ഇടുന്നത്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നത്? ഒരാണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറ്റ്സ് കോൾഡ് ഡേറ്റിംഗ്, ദ ഫേസ് ഓഫ് ഡേറ്റിംഗ് റിലേഷൻഷിപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുന്നു. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുന്നതിന് മുന്നേ അയാൾ എങ്ങനെയാണ് എന്നുള്ളൊരു ഡെയിലി ബേസിസിൽ അറിയണമല്ലോ നമുക്ക്. അല്ലാതെ അയാളെ പറ്റി ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ കെട്ടി അയാളുടെ പോകും? അതൊക്കെ ഐ എം റിയലി സോറി. വളരെ മോശം ചിന്താഗതിയാണ് നിങ്ങളുടെയൊക്കെ. വളരെ എന്താ പറയുക, പഴയകാല ചിന്താഗതിയാണ്. ആരും എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ പറഞ്ഞു നമ്മൾ യോജിപ്പ് ഉണ്ടാവാനും പോകുന്നു. എനിക്ക് നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് കണ്ടൊന്നും തോന്നാനും പോകുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും കമൻറ്റ് ഡിലീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് അത് എനിക്ക് ചെയ്യാവുന്നുണ്ടെന്നല്ല. എൻ്റെ ഒരു രോമം പോലും അനങ്ങില്ല അതൊന്നും കണ്ടാൽ. അത് എൻ്റെ ശീലം, നല്ല തൊലിക്കടിയാണ്. അത് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എന്ത് കണ്ടാലും എൻ്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അശ്വിൻ്റെ വീട്ടുകാരെയോ അശ്വിനെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അവർക്കത് കണ്ട് മോശമാണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുന്നത്. ബിക്കോസ് ഒരാൾ പറഞ്ഞാൽ അതിനെ വെച്ച് പിടിക്കാൻ വരുന്നതാണ് 50% മലയാളീസ്. നല്ലത് പറയാൻ ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നല്ല ഒരുപാട് പേരുണ്ട്. പക്ഷേ നല്ലത് വന്ന് കമൻറ്റ് ഇടാൻ മനസ്സ് കാണിക്കുന്ന ചിലവരേ ഉള്ളൂ. പക്ഷേ മോശം വന്ന് കമൻറ്റ് ചെയ്യാൻ, ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ അടുത്ത 10 ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരു ന്യൂജൻ മലയാളി. വോട്ടെവർ അതുപോലുള്ള ന്യൂജൻ ഏട്ടായിക്കും അമ്മായിമാർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വെഡിങ് ആണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മൾ ട്രിപ്പ് പോകും. കല്യാണത്തിന് മുന്നേ ചിലപ്പോൾ പോകേണ്ട വന്നാൽ പോകും. അതിൻ്റെയൊക്കെ വ്ളോഗൊക്കെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു വാച്ച് ഇറ്റ്. ഐ എം ഈഗർലി വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ്. അതാണ് നീ പറഞ്ഞതിനോട് 100% യോജിപ്പുണ്ട്. ആകെ ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. അത് ഈ നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിച്ച് ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മരിച്ചു പോയി കഴിഞ്ഞാണെങ്കിൽ എത്ര കാലം ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ ഓർക്കും? ആരും ഓർക്കാൻ പോണില്ല. അതിന് മരിക്കണമെന്നൊന്നുമില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ തന്നെ എല്ലാം മറന്ന് പുതിയ എന്തെങ്കിലും വിവാദത്തിലേക്ക് ആൾക്കാർ കയറി പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ ഇങ്ങനെ പീപ്പിൾ പ്ലീസറായി ജീവിക്കുന്നതിലും ഭേദം ഒരു ആറ്റിലും കൊണ്ടു ചാടുന്നതാണ്. എല്ലാവർക്കും അവരവരുടെ ജീവിതം തന്നത് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് ബൗണ്ടറി വരയ്ക്കാൻ ശ്രമിക്കാതെ സ്വയം ജീവിതം ആസ്വദിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ ഈ ചൊറിച്ചിലൊക്കെ മാറിക്കോളും. പിന്നെ ദിയോടുകൂടെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വ്ളോഗാക്കി ഇങ്ങനെ പബ്ലിക്കിലേക്ക് വിടുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സും പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. പലതരത്തിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ കാണുന്നത്. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മളെല്ലാം കൂടെ എടുത്ത് പബ്ലിക് ആക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ചില കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആക്കി വെക്കണം എന്നുള്ളതാണ്. ആ ഒരു പ്രൈവസിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിപ്പോ ദിയനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ദിയയോടും ദിയയെ വിമർശിക്കുന്നവരോടും ഒരു കാര്യം പറയാനുള്ളത്
എന്തെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ ചിന്തിക്കണം, മറ്റുള്ളവർ ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വിയോജിപ്പുകൾ മാന്യമായി പറഞ്ഞിട്ട് പോകാം. അതല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ നടക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളിടുന്ന ട്രൗസർ എല്ലാവർക്കും പാകാകണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതാണ്. ഇനി നമുക്ക് വിവാദമായിട്ടുള്ള പെണ്ണ് കാണലിന്റെ ഒരു ഭാഗം ഒന്ന് കണ്ടോക്കാം. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഗീ കേക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പരിപ്പ് വട. ഞാൻ ഉഴുന്നുവട കഴിക്കാറില്ല, പരിപ്പ് വട കഴിക്കാറുള്ളൂ. ഇതിനകത്ത് ഉഴുന്നുവട. ഓക്കെ. പക്ഷെ നാവട്ടെ കയറി എന്തായാലും കയറിയാലേ പറ്റും. കയറിക്കോ, കയറി ഞാൻ വരാം. കയറി ആചാരം. നല്ല മണം. അല്ലെ നമുക്കുള്ള ഇത് ബ്രാഹ്മൺ സാധനമാണെന്ന് തോന്നുന്നു, നമ്മുടെ അല്ല. മുല്ലപ്പൂ, മഞ്ഞൾ, കപ്പപ്പഴം, ഫ്രൂട്ട്സ്. അപ്പച്ചി ഷാപ്പിലാൻഡ് ഫുൾ ഗ്യാങ് ഒളിച്ചു നോക്കും. ഒളിച്ചൊക്കെ നോക്കുന്ന അപ്പച്ചി എവിടെ? തനി കോഫി. അപ്പൊ കണ്ടല്ലേ, ഇതാണ് പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ട ആളുകൾ മെയിനായിട്ട് വിമർശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാറും ഫാമിലിയും അശ്വിന്റെ ഫാമിലിയെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തി സൽക്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാറിൽ നിന്ന് വന്നിറങ്ങിയ സമയത്ത് അടുത്ത് പോയി കൈ കൊടുത്ത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നെ അങ്ങോട്ട് വരിവരിയായി പ്രശ്നങ്ങളാണ്. അതായത് പെണ്ണ് കാണൽ എന്നതിനേക്കാളും ഇതൊരു കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് പോലെയാണല്ലോ നടന്നത്. അശ്വിന്റെ ഫാമിലി എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മിൻസ് ആണ്. ആചാരപ്രകാരമുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് ഇവര് ചടങ്ങിന് വന്നത്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലികൾ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണ്. അപ്പൊ ആളുകൾ പറയുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങാകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അവരെ സ്വീകരിച്ചിരുത്തി നല്ല ഭക്ഷണം ഒക്കെ കൊടുക്കേണ്ടതായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിഥികൾ വരുമ്പോൾ 100 കൂട്ടം വിഭവങ്ങൾ മേശപ്പുറത്ത് നിരന്നിട്ടുണ്ടാകും എന്നുള്ളതാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടിച്ചേരാൻ പോകുകയല്ലേ, സോ നന്നായി സൽക്കരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണത്. അതൊരു അഭിമാന പ്രശ്നമായി എടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. എന്തായാലും ഇവിടെ അശ്വിന്റെ ഫാമിലി ഇങ്ങനെ ഒരു ചടങ്ങിൽ വരുമ്പോൾ പരിപ്പോടെയും ഉഴുന്നോടെയും കൊടുത്തിട്ടൊക്കെയാണ് ദിയുടെ ഫാമിലി ഇവരൊക്കെ സ്വീകരിക്കുന്നത് അല്ലെ. സോ അതവരെ അപമാനിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞാണ് എല്ലാവരും വിമർശിക്കുന്നത്. പലഹാരങ്ങൾ പ്ലേറ്റുകളിൽ ഇട്ട് കൊടുക്കാത്തത് വരെ ആൾക്കാർ പ്രശ്നമാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ സംഗതി ശരിയാണ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രാൻഡഡ് ആക്കാമായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് തോന്നുന്നതാകാം. ചിലപ്പോൾ അവരുടെ നാട്ടിൽ ഇങ്ങനെ ആയിരിക്കും ചടങ്ങുകൾ നടത്തുന്നത്. ഒരു അശ്വിന്റെ ഫാമിലി പ്യൂർ വെജിറ്റേറിയൻ ആണ്. സോ വൈകുന്നേരം നടക്കുന്ന ചടങ്ങുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന വിഭവങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം അവരുടെ വീട്ടിലുള്ള ചടങ്ങല്ല അവരവരിഷ്ടം പോലെ നടത്തിട്ടെന്നേ നമ്മളെന്തായാലും ബാധിക്കാൻ പോണില്ലല്ലോ. പിന്നെ ഒരു വിമർശനം എന്ന് പറയുന്നത് ദിയയുടെ സഹോദരിമാർക്കെതിരെയാണ്. അതായത് ഓരോ ഉടായ്പ റീൽ എടുക്കാൻ പോലും അണിഞ്ഞൊരുങ്ങുന്ന ഹൻസികയും ഇഷാനിയും ഇവിടെ സ്വന്തം ചേച്ചിന്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരുമാതിരി വീട്ടിലിടുന്ന പൈജാമയും ബനിയനും ഇട്ട് നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഒന്നും ദിയെ വീഡിയോ എടുക്കാനോ ഒന്നിനും സഹായിക്കുന്നില്ല. അതിഥികൾ വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആൾക്കാർ കണ്ടെത്തുന്ന ഇഷ്ടം. എന്താ ഞാൻ ഇതിനൊക്കെ പറയാം. എന്തായാലും നെഗറ്റീവ് കമന്റ്സ് എല്ലാം കൂടി കുന്നുകൂടിയപ്പോ ദിയ എന്താക്കി എല്ലാം കൂടി എടുത്തങ്ങ് ഡിലീറ്റ് ആക്കി. അവൾക്ക് ഇതൊക്കെ ഒരു ശീലാണല്ലോ. പക്ഷെ അശ്വിൻ അങ്ങനെ അല്ലല്ലോ, ആൾക്ക് ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. സോ അശ്വിൻ എന്താക്കി ഈ വിവാദങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് ഇവരുടെ വ്ളോഗിന് താഴെ ഒരു കമന്റ് ആക്കിയിട്ട് ആ കമന്റ് ഞാൻ വായിച്ചുതരാം. പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യമായി എന്നെ അവരുടെ വീട്ടിലെ ഒരു അംഗമായി അംഗീകരിച്ചതിന് ദിയയുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി. ഇത്രയും ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങൾക്കിടയിൽ നടന്നത്. പിന്നെ അവർ ഞങ്ങൾക്ക് തന്ന ഭക്ഷണത്തെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരോട് ഞങ്ങൾ ഓൾറെഡി ഉച്ചഭക്ഷണം ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല. പിന്നെ എന്റെ കുടുംബം പ്യൂർ വെജ് ആണ്. സോ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്സ് തന്നെയാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ദിയയുടെ വീട്ടിലുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത്. അവരവരുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണല്ലോ വസ്ത്രം ധരിക്കേണ്ടത്, അതല്ലാതെ ഞങ്ങൾ ഇംപ്രസ് ചെയ്യാനല്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തണം. എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, ഇതാണ് അശ്വിന്റെ വാക്കുകൾ. പാവണ്ടല്ലേ, നല്ലോണം വിഷമായിട്ടുണ്ടാകും. ഇതെന്താണെന്ന് അറിയും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവാൻ കാരണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തിന്നുന്നതും തൂറുന്നതും ഒക്കെ വ്ളോഗ് ആക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോ പുറമെ ആരും വിളിക്കാതെ രണ്ട് കുടുംബങ്ങൾ മാത്രമായി ഒരു വളരെ രഹസ്യമായി നടത്തിയൊരു ചടങ്ങാണിത് അല്ലെ. ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ അശ്വിനോ അശ്വിന്റെ ഫാമിലിക്കോ ദിയയുടെ ഫാമിലി അവരെ ട്രീറ്റ് ചെയ്തതിൽ യാതൊരു പരാതിയും ഉണ്ടായിക്കോളണമെന്നില്ല.
പക്ഷെ ഇതെടുത്ത് പബ്ലിക് ആക്കിയപ്പോ എന്തായി, ഒരു 100 അഭിപ്രായങ്ങളും കുറ്റപ്പെടുത്തലുകളും കയറി വന്നു. ഇതൊക്കെ അശ്വിന്റെ ഫാമിലിയും കാണുമല്ലേ. ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അവർക്കും ശരിയാണല്ലോ, കൃഷ്ണകുമാറിന്റെ ഫാമിലി നമ്മളെ മിസ്ട്രീറ്റ് ചെയ്തോ എന്ന് അവർക്ക് ചെറുതായിട്ടെങ്കിലും തോന്നിക്കഴിഞ്ഞാണെങ്കിൽ പോയില്ല കാര്യം. അപ്പൊ എല്ലാം പബ്ലിക് ആക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടുന്ന ട്രൗസർ എല്ലാവർക്കും പാകമാകണമെന്നില്ലല്ലോ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.